ശ്രീ കെ പി എ മജീദ്. ഈ ക്യാൻസർ രോഗനിർണയവും മറ്റു കാര്യങ്ങളും ആരോഗ്യവകുപ്പിൻ്റെയും അതുപോലെ സന്നദ്ധ സംഘങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ നിർണയം നടത്തി രോഗം നിർണയിച്ചു കഴിഞ്ഞാൽ അവർക്ക് ചികിത്സിക്കുന്ന കാര്യങ്ങൾ ഇപ്പോഴും അന്യമായി കിടക്കുകയാണ്. നമുക്ക് താലൂക്ക് ഹോസ്പിറ്റലെങ്കിലും ഇങ്ങനെ വരുന്ന രോഗികളെ ചികിത്സിക്കാനും അതിനാവശ്യമായ ഡോക്ടർമാരെ കൊടുത്ത് അത് മെച്ചപ്പെടുത്താനും വേണ്ടിയുള്ള അവരുടെ സംവിധാനത്തെ പറ്റി ആലോചിച്ചിട്ടുണ്ട്. യെസ് മിനിസ്റ്റർ. സർ, രോഗം കണ്ടെത്തി കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ടുള്ള ചികിത്സ നമുക്ക് ഉറപ്പാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് സർ ഈ സർക്കാരിൻ്റെ ആർദ്ര മിഷൻ്റെ ഭാഗമായി നേരത്തെ മെഡിക്കൽ കോളേജുകളിലും ചുരുക്കം ചില മെഡിക്കൽ കോളേജുകളിലും റീജിയണൽ ക്യാൻസർ സെൻറ്റേഴ്സിലുമുള്ള ചികിത്സകൾ ജില്ലാതലത്തിലേക്ക് വികേന്ദ്രീകരിക്കുന്നതിന് നമുക്ക് കഴിഞ്ഞു. 25 ജില്ലാ ആശുപത്രികളിൽ ഇപ്പോൾ നമ്മൾ ലഭ്യമാക്കുന്നുണ്ട് സർ. അതുകൂടാതെ നല്ലൂർ നാടൊക്കെ പോലെയുള്ള ട്രൈബൽ മേഖലയിൽ നമ്മൾ പ്രത്യേകമായിട്ട് ക്യാൻസർ ചികിത്സ നൽകുന്നുണ്ട്. ഇപ്പോൾ തിരൂർ ആശുപത്രിയിൽ നല്ല നിലയിൽ അവിടെ ഓങ്കോളജിയുടെ പ്രവർത്തനം നടക്കുന്നുണ്ട്. പുതിയ കെട്ടിടത്തിന് ലൈസൻസ് കിട്ടിയാൽ തിരൂർ ആശുപത്രിയിൽ നമുക്ക് പുതിയ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് തന്നെ ഓങ്കോളജി സേവനങ്ങൾ ആളുകൾക്ക് ലഭ്യമാക്കാനായിട്ട് കഴിയും. അപ്പോൾ തീർച്ചയായിട്ടും ചികിത്സ വികേന്ദ്രീകരിക്കുക, അതായത് RCCയിലോ MCCയിലോ CCRCയിലോ മെഡിക്കൽ കോളേജിലോ ഒക്കെ കണ്ടതിന് ശേഷം അവരെ ബാക്ക് റെഫർ ചെയ്യും സർ. ബാക്ക് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ജില്ലാ ആശുപത്രിയിൽ തന്നെ അവർക്ക് റേഡിയേഷൻ എടുക്കുന്നതിനോ കീമോതെറാപ്പി എടുക്കുന്നതിനോ, കീമോതെറാപ്പി എല്ലാ ജില്ലാ ആശുപത്രികളിലും നമുക്ക് എടുക്കുന്ന സംവിധാനമുണ്ട് സർ. ആ നിലയിൽ ഒരുക്കിയിട്ടുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള തുടർ സംവിധാനങ്ങളും സർക്കാർ ഒരുക്കിയിട്ടുണ്ട്.